ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചിൻ്റെ കഷ്ണം, ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ഇതൾ വെളുത്തുള്ളി കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല 2 തണ്ട്. ഇതൊക്കെയാണ് അതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ 3 കുടംപുളി, അതായത് ഒരു കുടംപുളിൻ്റെ പീസ് 3 കഷ്ണമാക്കിയതാണ് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഒന്ന് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചട്ടിയിൽ ഉലുവ പൊട്ടി കഴിഞ്ഞതിന് ശേഷം സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഉള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഉപ്പിട്ടാൽ അത്യാവശ്യം പെട്ടെന്ന് വാടി കിട്ടുമെന്ന് പറയലുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മുളകും പൊടി കേട്ടോ. പിന്നെ ഇതിന് ആവശ്യം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. കാശ്മീരി അല്ല, സാധാ മുളകാണ് അത്. പിന്നെ 1/4 സ്പൂൺ കേട്ടോ. അതിന് 1/4 സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഷെയറും കമൻറ്റൊക്കെ ഇടണം, സബ്സ്ക്രൈബ് ചെയ്താണ് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, കൂടെ നിൽക്കണം. അപ്പോൾ ഇത് മസാലയൊക്കെ ഒന്ന് ഇളക്കി ആ പച്ചച്ചുവ ഒന്ന് മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം തക്കാളി ഇട്ടിട്ടോ. ചെറിയ തക്കാളിയാണ്, അത് 2 എണ്ണമാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് വാടട്ടെ. വാടിയതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഈ കുടംപുളി ഇല്ലേ, അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് കുടംപുളിയും വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതെടുക്കട്ടെ. ഇത് നല്ലോണം നായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വെള്ളം അതിലേക്ക് ഒഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണണം, സെർച്ച് ചെയ്ത് കാണണം. ഷോർട്സൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പറയുക, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ലേനു, അത് ഇടുകയാണ് കേട്ടോ. ഇനി പുളിവെള്ളം ഒഴിക്കട്ടെ. ഇതാണ് കണ്ടോ, ഇതാണ് പുളിവെള്ളം. 1 കുടംപുളിയാണ്, അത് കഷ്ണമാക്കിയപ്പോൾ 3 കഷ്ണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് 3 എണ്ണം കുടംപുളി ഇട്ട് നല്ലോണം പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങി, വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ പെട്ടെന്ന് പുളി ഉണ്ടാവും. അപ്പം ഞാനിത് ഈ കുടംപുളി കറിയിലേക്ക് അത്യാവശ്യം പുളിയായി വന്ന ശേഷം ഞാൻ ഈ കുടംപുളി എടുത്ത് വെച്ച് പിന്നെ കഴുകി ഒന്ന് ഉണക്കണ പോലെ എടുത്തേക്കലുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വേറെ കറി വെക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ പുളി നല്ല പുളിയാണ്. അപ്പോൾ അത് ഒരു കറിയിൽ ഇട്ടിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഞാനങ്ങനെ എടുത്ത് വെക്കലാണ്. അപ്പോൾ അത് മീനിലേക്കൊന്ന് ഇറങ്ങിയിട്ട് നല്ലോണം പിടിച്ചതിന് ശേഷം എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ മീൻ ഇടുക കേട്ടോ. ചൂതയാണ് കേട്ടോ മീൻ. അപ്പോൾ മീൻ അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ നമ്മളെ ചാനൽ കുക്കിംഗ് മാത്രമല്ല, എല്ലാ പിന്നെ കുട്ടികളെ പരിപാടിയും കളികളും എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്യണതുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോഴുള്ള ആ വ്ളോഗുണ്ട്. അങ്ങനെയുള്ള വ്ളോഗൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്ത് അത് ഇടാമെന്ന് വിചാരിച്ച്. കുക്കിങ്ങിനായിട്ടുള്ളതല്ല, എല്ലാം ഇതുണ്ട്. അപ്പോൾ എല്ലാം കാണണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതാ മീൻ ആയിട്ടുണ്ട് കേട്ടോ. കുടംപുളി എടുത്ത് വെക്കുന്നു ഞാൻ. ഇതിൽ കണ്ടില്ല കേട്ടോ, എടുത്ത് വെക്കണത് ഇതിൽ കാണിച്ചില്ല എന്ന് തോന്നുന്നു. ക്യാമറ ഓഫ് ആയതെന്നാണ് തോന്നുന്നത്. 3 എണ്ണം ഉള്ളതിന് 2 എണ്ണം എടുത്ത് വെച്ചിരുന്നു കേട്ടോ. 1 അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇറക്കി വെക്കുമ്പോൾ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഒരു കുത്ത് പോലെ ഉണ്ട്, പക്ഷേ കറിവേപ്പിലേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കറി. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇത്രയുള്ള. അസ്സലാമു അലൈക്കും.